നമസ്കാരം. അപ്പോൾ ഞാനങ്ങനെ എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇപ്പോൾ സമയം 5:15. അപ്പോൾ അബുദാബിയിൽ നിന്നും നാട്ടിലേക്കുള്ള എപ്പിസോഡിൻ്റെ 3ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു നീണ്ട യാത്രയാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്രയും മണിക്കൂറുകൾ നീണ്ടൊരു യാത്ര. ഇപ്പം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷൻ്റെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ഇനി ഇൻ്റർസിറ്റിക്ക് കയറിയിട്ടാണ് വടകരക്ക് പോകുന്നത് കേട്ടോ. ഇൻ്റർസിറ്റി ഇത് അവിടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നുണ്ട്. PC1 എന്ന് പറയുന്ന കോച്ചിലാണ് ഞാനിന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ഡോറൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. ഇതിൻ്റെ ഡോറൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഇത് 2011 മേട് ഒരു കോച്ചാണ്. ഇതിൻ്റെ ഡോർ ഓപ്പൺ ആക്കിയില്ല, അല്ലെങ്കിൽ എപ്പോഴേ കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതാ നമ്മുടെ ഓപ്പോസിറ്റുള്ളത് എറണാകുളം ടാറ്റാനഗർ. നമ്മുടെ ആലപ്പി ധൻബാദ് കഴിഞ്ഞാൽ ഏറ്റവും നല്ല വൃത്തിയില്ലാത്തൊരു വണ്ടി എറണാകുളം ടാറ്റാനഗർ. അതിനിതാ ദുരന്തോടെ ലിവറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ട്രെയിനിൻ്റെ ഡോറൊക്കെ ഓപ്പൺ ആക്കിയിരിക്കുകയാണ് കേട്ടോ. C1. അപ്പോൾ നമ്മളിതാ ട്രെയിനിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ടോയ്ലറ്റൊക്കെ കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലീനായിട്ടുള്ള ടോയ്ലറ്റ് തന്നെയാണല്ലോ. ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് കിടക്കുന്നത് എറണാകുളം പട്ന എക്സ്പ്രസ് ആണ്. വൃത്തിഹീനമായ മറ്റൊരു വണ്ടി. അപ്പോൾ നമ്മൾ കോച്ചിലേക്ക് കയറാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കോച്ചിൻ്റെ സീറ്റിംഗ് വരുന്നത്. 3/2. അതിൽ 39 നമ്മുടെ ഇങ്ങനെയാണ് വരുന്നത്. മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് ഇരിക്കേണ്ടത് കേട്ടോ. എനിക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല. നേരെ നോക്കി ഈ ക്ലൈമറ്റ് മാറിയിട്ടുള്ള കഫക്കെട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്ന ടൈപ്പ് സീറ്റാണ് ഈ കിട്ടിയിട്ടുള്ളത്. ഗ്ലാസൊക്കെ ഇങ്ങനെയാണുള്ളത്. വെളിച്ചം വന്നാൽ അത്യാവശ്യം ക്ലിയറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിന്ന് ട്രാവൽ ചെയ്യുന്ന എറണാകുളം കണ്ണൂർ ഇൻഡസ്ട്രീനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇതൊരു റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ഹൈ ഡിമാൻഡുള്ള ഡെയിലി സർവീസ് വണ്ടിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു 3 വണ്ടിയായിട്ട് റേക്ക് ഷെയറിംഗ് നടത്തുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എറണാകുളം തിരുവനന്തപുരം വഞ്ചിനാട് എക്സ്പ്രസ്, അതുപോലെ തന്നെ എറണാകുളം കണ്ണൂർ ഇൻ്റർസിറ്റി, അതുപോലെ തന്നെ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ്. അങ്ങനെ ഈ 3 വണ്ടിയായിട്ടാണ് റേക്ക് ഷെയറിംഗ് നടത്തുന്നത്. ഇതിൻ്റെ റേക്ക് ഷെയറിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് പോകുന്ന ഇൻ്റർസിറ്റീൻ്റെ റേക്ക് അവിടെ കിടന്നിട്ട് അതിന് പകരം ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരേക്ക് വന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൻ്റെ റേക്കായിട്ട് നേരെ എറണാകുളത്തോട്ട് വരും. എന്നിട്ട് എറണാകുളത്ത് വന്നിട്ട് ഇതേ റേക്ക് അടുത്ത ദിവസം തിരുവനന്തപുരത്തേക്കും പോകും. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വഞ്ചിനാട് എക്സ്പ്രസിൻ്റെ റേക്കായിട്ട് ഇന്ന് രാവിലെ ഇത് കണ്ണൂരേക്കും പോകും. ഇത് കണ്ണൂരെത്തിയതിന് ശേഷം ഈ റേക്ക് കണ്ണൂർ കടന്ന് അടുത്ത ദിവസം ഇത് കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആയിട്ടും പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റേക്ക് ഷെയറിംഗ് വരുന്നത്. അപ്പോൾ എറണാകുളത്ത് ഈ 2 റേക്കും കിടക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം ഇതിൽ ഏതാണ് ഇൻ്റർസിറ്റി ഏതാണ് വഞ്ചിനാട് എന്ന് കണ്ടുപിടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവും. കാരണം രണ്ടിനും ഒരേ ബോർഡാണ്, ഒരേ റേക്കാണ്, ഒരേ റേക്ക് വെച്ചിട്ടാണ് ഇത് സർവീസ് നടത്തുന്നത്. അങ്ങനെയാണ് ഈ വണ്ടിൻ്റെ റേക്ക് ഷെയറിങ്ങിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ നമ്മളിതാ ഇന്നലെ ലോക്കോമോട്ടീവിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. വാപ്പ് 4 ആണ് ഇതിൻ്റെ ലോക്കോമോട്ടീവ് വരുന്നത് കേട്ടോ. വിജയവാഡ ഷെഡിൻ്റെ ഒരു വാപ്പ് 4 കൊണ്ടാണ് നമ്മുടെ വണ്ടി കണ്ണൂരേക്ക് കുതിച്ചു പായുന്നത്.
അപ്പോൾ നമ്മുടെ കണ്ണൂർ ഇൻ്റർസിറ്റി എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഷാർപ്പ് 6 മണിക്ക് തന്നെ നമ്മുടെ വണ്ടി എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടു. നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ എറണാകുളം ഗുരുവായൂർ പാസഞ്ചറും കൂടി ഉണ്ട് കേട്ടോ. 6:10. ഇതിൻ്റെ തൊട്ട് പുറകെ തന്നെയായിട്ട് അതും വരുന്നുണ്ട്. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ്. അതിൻ്റെ ലോക്കോ അറ്റാച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ടാറ്റാനഗർ ഷെഡിൻ്റെ ഒരു T7 ലോക്കോമോട്ടീവാണ്. അങ്ങനെ എറണാകുളം ജംഗ്ഷനോട് വിടാം. അപ്പോൾ നമ്മളിതാ എറണാകുളം ജംഗ്ഷൻ വിട്ടിരിക്കുകയാണ്. എറണാകുളം ടൗണിലേക്ക് എത്തിയിട്ടോ. എറണാകുളം ടൗൺ കിപ്പിയാണ്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ നീളമൊക്കെ കൂട്ടുകയാണ്. എറണാകുളം ടൗൺ സ്റ്റേഷൻ റിനോവേഷൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. റാമ്പ് 4 ആണെങ്കിലും നല്ല സ്പീഡുണ്ട് കേട്ടോ. അങ്ങനെ ടൗൺ സ്റ്റേഷൻ കിപ്പിയാണ്. ഇതൊരു കർവിലാണ് സ്റ്റേഷൻ. നമ്മുടെ വണ്ടിക്ക് എറണാകുളം വിട്ട് കഴിഞ്ഞാൽ ആലുവ, അതുപോലെ തന്നെ അങ്കമാലി, ഇരിഞ്ഞാലക്കുട, ചാലക്കുടി, തൃശ്ശൂർ, ഷൊർണൂർ, പട്ടാമ്പി, കുറ്റിപ്പുറം, തിരൂർ, താനൂർ, പരപ്പനങ്ങാടി, കോഴിക്കോട്, കൊയിലാണ്ടി, വടകര, തലശ്ശേരി, കണ്ണൂർ, ഇങ്ങനെയാണ് നമ്മുടെ ട്രെയിനിൻ്റെ സ്റ്റോപ്പുകൾ വരുന്നത്. അതുപോലെ തന്നെ തിരിച്ച് കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ വണ്ടിക്ക് എറണാകുളം നോർത്തിൽ, അതായത് എറണാകുളം ടൗണിൽ സ്റ്റോപ്പുള്ളത്. ഇത് എറണാകുളം ജംഗ്ഷൻ എന്ന് പേര് വരാൻ കാരണം 3 റൂട്ട് പോകുന്നുണ്ട്. അതായത് ഒന്ന് ആലപ്പുഴ ഭാഗത്തേക്കൊന്ന് പോകുന്നുണ്ട്, അതുപോലെ തന്നെ കോട്ടയത്തേക്കൊന്ന് പോകുന്നുണ്ട്, ഒന്നിപ്പം നമ്മൾ പോകുന്ന ആലുവ ഭാഗത്തേക്ക്. അങ്ങനെ 3 റൂട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എറണാകുളം ജംഗ്ഷൻ ആയത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ആദ്യത്തെ സ്റ്റോപ്പാണ് ആലുവ എത്തിയിട്ടോ. നമ്മുടെ വണ്ടി ആലുവ. ഇതൊക്കെ ജനറലിൽ കയറാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് കേട്ടോ. അപ്പോൾ ആലുവയിൽ 2 മിനിറ്റാണ് നമ്മളെ വണ്ടിക്ക് സ്റ്റോപ്പുള്ളത് കേട്ടോ. ആലുവയിൽ ടോട്ടല് 3 പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നിട്ടുള്ളത്. 2 മിനിറ്റാണ് ആലുവയിൽ നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പുള്ളത്. അപ്പോൾ നമ്മൾ ചൊവ്വര സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചൊവ്വര സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ട്
നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടേക്ക് ഓഫോ ലാൻഡിങ് ഒന്നും നമുക്ക് ക്ലിയർ ആകുന്നില്ല. ഫുള്ള് കോടയിൽ മൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അവിടെ ഇൻഡിഗോൻ്റെ 3-4 ഫ്ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ വിസ്താര ഫ്ലൈറ്റ് നമുക്ക് അവിടെ കാണാം. ടേക്ക് ഓഫോ ലാൻഡിങ് ഒന്നും തന്നെ ഈ ഒരു എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്നൊരു എയർപോർട്ടാണ് കേട്ടോ. കണ്ടോ എന്തോരം സോളാർ പാനലാന്ന് നോക്കിയാൽ. ഈ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ലാൻഡിംഗ് ഒക്കെ കാണാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് ഇതാ ഇവിടെ. അവിടെ റൺവേയിലൊക്കെ പടക്കം പൊട്ടിക്കുന്നുണ്ട് ഈ പക്ഷികളെ ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കാര്യമായിട്ട് ടേക്ക് ഓഫോ ലാൻഡിംഗ് ഒന്നുമില്ല. ഇന്നലെ വൈകുന്നേരം നമ്മളിവിടെയാണ് വന്ന് ഇറങ്ങിയത്. ഇന്നലെ വൈകുന്നേരം ഒരു 3:15 നമ്മൾ ഇവിടെയാണ് ഇറങ്ങിയത്. അപ്പോൾ നമ്മളിതാ ഇരിഞ്ഞാലക്കുട സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോ ആയിട്ടാണ് നമ്മളെ വണ്ടി പോകുന്നത് കേട്ടോ. എറണാകുളം ഭാഗത്തേക്ക് ഒരു വണ്ടിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഈ റോഡ് ഷെഡിൻ്റെ B4 നമ്മുടെ മധുരൈ ഗുരുവായൂർ എക്സ്പ്രസ് ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈയിടെയായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തൊരു ട്രെയിനാണ് കേട്ടോ. ആദ്യം ഇത് ഗുരുവായൂരിൽ നിന്ന് പുനലൂർ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത് മധുര വരെയായി. കൂട്ടത്തിൽ 2 സ്ലീപ്പർ, ഒരു തേർഡ് AC. പുനലൂർ ചെങ്കോട്ട ആ വഴി രാത്രി ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് ഇത് മധുരയിലെത്തും ആ വണ്ടി. അപ്പം അങ്ങനെ ഇരിഞ്ഞാലക്കുട സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂരേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൃശ്ശൂർ സ്റ്റേഷൻ. അപ്പോൾ നമ്മളിതാ തൃശ്ശൂർ എത്തിട്ടോ. നമ്മുടെ വണ്ടി 7:30 നമ്മുടെ വണ്ടി തൃശ്ശൂർ 2ാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി. 2 മിനിറ്റാണ് നമ്മളെ വണ്ടിക്കുള്ള സ്റ്റോപ്പുള്ളത് കേട്ടോ. ഇപ്പോൾ ഇവിടെ ടോട്ടൽ 4 പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പോൾ 3ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഗുരുവായൂർ ഭാഗത്തേക്കുള്ള വണ്ടി. അതുപോലെ തന്നെ 4ാമത്തേലാണ് തൃശ്ശൂർ കണ്ണൂർ, തൃശ്ശൂർ കോഴിക്കോട് പാസഞ്ചറൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ വണ്ടി ഇവിടുന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. 2 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ അടുത്ത സ്റ്റോപ്പ് ഷൊർണൂരാണ്. അതിൻ്റെ ഇടയിൽ വടക്കാഞ്ചേരിയിൽ നിന്ന് നമ്മുടെ വണ്ടിക്ക് സ്റ്റോപ്പില്ല. ആദ്യം ഇത് ഇൻ്റർസിറ്റി 8:15 തൃശ്ശൂർ എത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഇതിൻ്റെ ടൈമിങ്ങിലൊക്കെ മാറ്റം വന്നു. അപ്പോൾ അത് 7:30 3/4 മണിക്കൂർ നേരത്തെയാണ് ഇപ്പോൾ തൃശ്ശൂർ വരുന്നത്. തൃശ്ശിവ പേര്
പൂങ്കുന്നം സ്റ്റോപ്പ് കിട്ടുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ സമയത്താണ് കേട്ടോ. ശരിക്കും ഇതൊരു ജംഗ്ഷൻ ആവേണ്ട സ്റ്റേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൂങ്കുന്നത്തു നിന്നാണ് ഗുരുവായൂരേക്കുള്ള ലൈന് പോകുന്നത് കേട്ടോ. ശരിക്കും ഒരു സ്റ്റേഷൻ ആവേണ്ടതാണ്. പിന്നെ ഈ പ്ലാറ്റ്ഫോമിൻ്റെയും സ്ഥലത്തിൻ്റെയും ലഭ്യത മൂലമായിരിക്കും ഇങ്ങനെ ആക്കിയത്. ഇവിടുന്നാണ് നമ്മൾ ഗുരുവായൂരേക്കുള്ള ലൈന് പോകുന്നത്. ഈ ട്രാക്ക് നേരെ ഗുരുവായൂരേക്കാണ് പോകുന്നത് കേട്ടോ. ഈ തൃശ്ശൂർ ഗുരുവായൂർ റൂട്ടിൽ പൂങ്കുന്നം കൂടാതെ അമലാനഗർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നിലവിൽ ഇപ്പോൾ സ്റ്റേഷനൊന്നുമില്ല. ആ സ്റ്റേഷൻ ഉപേക്ഷിച്ചൊരു സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ ആ ട്രാക്ക് നേരെ പോകുന്നത് ഗുരുവായൂരേക്കാണ്. നമ്മൾ ആ റൂട്ടിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെക്കേഷൻ വന്ന സമയത്ത് അപ്ലോഡ് ചെയ്തതാണ്. പോയിട്ട് കഴിഞ്ഞ പാടശേഖരം അഴകിൻ്റെ ഉത്രാളിക്കാവിൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ സ്ലോ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തായാലും നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാം. ഇവിടെയൊക്കെ പൂരത്തിന് വരണം ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നു, നടക്കാറില്ല. ഉത്രാളിക്കാവിലമ്മ കനിഞ്ഞാൽ അടുത്ത പൂരത്തിലെത്താം. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. വയലും മലനിരകളും സൈഡിൽ കൂടിയുള്ള ഈ ട്രെയിൻ യാത്രയും നല്ലൊരു സീനറിയാണ് ഈ ഒരു ഉത്രാളിക്കാവ്. ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ട്രെയിൻ സ്ലോ ആക്കി തന്നു നമുക്ക് വേണ്ടി. ഇപ്പോൾ നമ്മുടെ വണ്ടി വള്ളത്തോൾ നഗറിൽ കൊണ്ടുപോയി പിടിച്ചിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഷൊർണൂർ ട്രാക്ക് ഒഴിവുണ്ടാവില്ല. വള്ളത്തോൾ നഗർ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ 2 മിനിറ്റിൻ്റെ അടുത്തായി വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. കണ്ടോ, താഴത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലേ. ട്രെയിനും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കി. ഇത് പ്ലാറ്റ്ഫോം എന്നൊന്നും പറയാൻ പറ്റില്ലേ. ഓക്കെ, തീരെ ഹൈറ്റില്ല. അപ്പോൾ നമ്മളിതാ വള്ളത്തോൾ നഗറിൽ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ 5 മിനിറ്റായി. കണ്ടില്ലേ ഈ ട്രെയിനും പ്ലാറ്റ്ഫോമും തമ്മിലുള്ള ആ ഡിഫറൻസ് നോക്കി. ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ എങ്ങനെ ഇതിൽ കയറുകയാവോ. നമ്മുടെ പുറകിൽ വരുന്നത് D1, അതിൻ്റെ പുറകിൽ D2. പിന്നുള്ളത് നമ്മുടെ തൊട്ട് മുമ്പിലുള്ള കോച്ച് എന്ന് പറയാനായിട്ട് ലേഡീസ് കോച്ചാണ്. നമുക്ക് സിഗ്നൽ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഷൊർണൂർ ചിലപ്പോൾ ഏതെങ്കിലും വണ്ടി കിടക്കുന്നുണ്ടാവും. ഷൊർണൂരിൽ ട്രാക്ക് കിട്ടിയല്ല നമുക്ക് പോകാൻ പറ്റുള്ളൂ. കണ്ടില്ലേ ഈ ഹൈറ്റ് ഒന്ന് നോക്കിയേ. ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ എങ്ങനെ കയറും ഇതിൽ. കൂടുതലും ഈ പാസഞ്ചർ ട്രെയിനുകളാണ് ഇവിടെ സ്റ്റോപ്പുള്ളത്. ഈ പ്രായമുള്ള ആൾക്കാർക്കൊന്നും കയറാൻ പറ്റില്ല. ഇപ്പോൾ നമ്മളിതാ ഭാരതപ്പുഴ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നടക്കാനുള്ള സെപ്പറേറ്റ് ഒരു ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നടക്കാനുള്ളൊരു വഴിയൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അതിലെ റോഡ് പോകുന്നത് നമുക്ക് കാണാം. ഷൊർണൂർ ബൈപ്പാസ് ലൈനാണ് കേട്ടോ. അതായത് എറണാകുളം ഭാഗത്തുനിന്ന് ഷൊർണൂർ കയറാതെ പാലക്കാടേക്കുള്ള ട്രെയിനൊക്കെ ഈ വഴിയാണ് പോവുക. ശബരി, കേരള എക്സ്പ്രസ്,
പിന്നെ എറണാകുളം പട്ന, ടാറ്റാനഗർ, എറണാകുളം ഇതൊക്കെ ഈ വഴിയാണ് പോവാട്ടോ. ഇത് കണ്ടോ, ഇതിപ്പോൾ ഷൊർണൂരിൽ വന്ന മാറ്റം കണ്ടില്ലേ? ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന നല്ല തണൽ മരങ്ങളായിരുന്നു. ഇതൊക്കെ വെട്ടി ഇപ്പോൾ തുറസമാണ്. അതുപോലെ തന്നെ ആ ഭാഗത്തു നിന്ന് വരുന്നതാണ് നമ്മുടെ പാലക്കാട് നിന്ന് ഷൊർണൂരേക്കുള്ള ലൈന്. അവിടെ ഒരു ട്രെയിൻ കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു MT റാക്കാണ്. MT റാക്കായിട്ടൊരു ട്രെയിൻ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലൊരു വ്യൂ ആണ് കേട്ടോ. നല്ലൊരു വ്യൂ ആണ്. പക്ഷേ ഈ തണൽ മരങ്ങളൊക്കെ പോയി കണ്ടോ. ഇതാ കാണുന്ന പോലത്തെ നല്ല തണൽ മരങ്ങളായിരുന്നു. അതൊക്കെ വെട്ടി മാറ്റി നല്ല വെയിലായിട്ടോ ഇവിടെ. ഒരു MT റാക്ക് കിടക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ലൈന് പാലക്കാട് നിന്ന് ഷൊർണൂരേക്കുള്ളത്. അത് ബൈപ്പാസ് ക്യാബിനാണ്. ഷൊർണൂർ കയറാതെ പാലക്കാട്, കോയമ്പത്തൂർ, ചെന്നൈ ഭാഗത്തേക്കൊക്കെ പോകുന്ന വണ്ടികൾ ആ വഴിയാണ് പോവുക. അപ്പോൾ നമ്മളിതാ ഷൊർണൂരേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ സമയം 8:20 മുമ്പ് ഇൻ്റർസിറ്റി കയറിക്കൊണ്ടിരുന്നത് 8:40 അതേ ടൈമിൽ തന്നെയാണ് നമ്മുടെ കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവും 8:40 ഷൊർണൂർ കയറിക്കൊണ്ടിരുന്നത്. എക്സിക്യൂട്ടീവിൻ്റെ ടൈമിൽ മാറ്റമൊന്നുമില്ല. ഇത് 20 മിനിറ്റ് നേരത്തെ കയറുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു വണ്ടി കിടക്കുന്നത് നമുക്ക് കാണാം. ഈ സൈഡിലാണ് പ്ലാറ്റ്ഫോം വരുന്നത് കേട്ടോ. ഇവിടെ P7 ഇത് കാണുന്നുണ്ട്, ഷൊർണൂർ ജംഗ്ഷൻ. ഇത് നമ്മുടെ പോർബന്ദർ കൊച്ചുവേളി, അതായത് നമ്മുടെ തിരുവനന്തപുരം നോർത്തിലേക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ. പോർബന്ദർ കൊച്ചുവേളി. ഷൊർണൂരിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. പോർബന്ദർ കൊച്ചുവേലി ജനറലൊന്നും അത്ര തിരക്കൊന്നുമില്ല കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ നമ്മൾ 7ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഷൊർണൂരിൽ നിന്ന് ഡിപ്പാർട്ടായിരിക്കുകയാണ് കേട്ടോ. 5 മിനിറ്റ് നമ്മുടെ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയൊരു സ്റ്റേഷനാണ് കേട്ടോ ഷൊർണൂർ ജംഗ്ഷൻ. ഇവിടെ മൊത്തം 7 പ്ലാറ്റ്ഫോം ഉണ്ട്. അതുപോലെ തന്നെ ഇത് ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് പാലക്കാടേക്ക് ഒരു റൂട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിലമ്പൂരേക്ക് ഒരു റൂട്ട് പോകുന്നുണ്ട്. പിന്നെ പോകുന്നത് നമ്മുടെ കണ്ണൂരേക്കും അതുപോലെ തന്നെ ഒന്ന് എറണാകുളം ഭാഗത്തേക്കും. അങ്ങനെയാണ് ഇത് ജംഗ്ഷൻ ആയത്. എതിരെ വേറൊരു വണ്ടി വരുന്നുണ്ട്, നമ്മുടെ കണ്ണൂർ ആലപ്പി എക്സിക്യൂട്ടീവ്. ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എക്സിക്യൂട്ടീവ് അങ്ങനെ പോയി. നമ്മൾ സ്ഥിരം യാത്ര ചെയ്യുന്നൊരു വണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ വണ്ടി സ്ലോ ആയിട്ടാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു മുമ്പിൽ തൃശ്ശൂർ കണ്ണൂർ പാസഞ്ചർ ഇട്ട് വലിപ്പിക്കുന്നുണ്ടാവും നമ്മളെ. എൻ്റെ തൊട്ട് മുമ്പിലായിട്ട് അതും പോകുന്നുണ്ട്.
പൊട്ടൻ സ്പീഡ് ഉണ്ടാവും. നല്ല സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന വന്ദേ ഭാരതാണ് പോയത് കേട്ടോ. ഇവിടെ നല്ല ടൈമിങ് കേട്ടോ. ആ ക്യാമറ ഓൺ ആക്കലും വണ്ടി വരുത്തും ഒരേ സമയം. മംഗലാപുരത്ത് നിന്ന് രാവിലെ പുറപ്പെട്ടു ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്ക് വന്ന വന്ദേ ഭാരത കണ്ടത്. നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്നത് മംഗലാപുരത്ത് നിന്ന് കന്യാകുമാരിക്ക് പോകുന്ന പരശുരാം എക്സ്പ്രസ് ആണ് കേട്ടോ. ഒരു ദിവസം മുഴുവൻ കിടന്നോടുന്ന വണ്ടിയാണിത്. രാവിലെ മംഗലാപുരത്ത് നിന്ന് എടുക്കുന്ന വണ്ടിയാണ്, രാത്രിയെ കന്യാകുമാരി എത്തുള്ളൂ കേട്ടോ. 10-60 സ്റ്റോപ്പുണ്ട് മംഗലാപുരത്തിനും കന്യാകുമാരിക്ക് ഇടയ്ക്ക്. ഇത് നിർത്തി നിർത്തിയേ പോവുള്ളൂ. ഒരു ദിവസം മുഴുവൻ പോകും. ഇപ്പം ഞാൻ വന്ന പോലെ തന്നെ ഒരു ദിവസം മുഴുവൻ പോകും. മംഗലാപുരം കന്യാകുമാരി പരശുറാം. അങ്ങനെ നമ്മുടെ വണ്ടി കോഴിക്കോട് സ്റ്റേഷൻ 4ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഷൊർണൂർ ഭാഗത്തു നിന്നുള്ള വണ്ടിയൊക്കെ വന്ന് കയറുക കേട്ടോ. കോഴിക്കോട് Indian money 50,000. Okay. Indian money 50,000. गाड़ी संख्या 16305 एर्नाकुलम कन्नूर इंटरसिटी एक्सप्रेस प्लेटफॉर्म क्रमांक 4 और 8 for the current passenger of passengers train number 16305 एर्नाकुलम कन्नूर इंटरसिटी एक्सप्रेस is arriving on platform number 4. കോഴിക്കോട് പാസഞ്ചറാണ് കേട്ടോ.
കേട്ടോ നമ്മുടെ വണ്ടി. വടകര. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ കണ്ണൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു മിനിറ്റ് അവിടെ ജോബ് ഉണ്ടായിരുന്നു. നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് നമ്മളെ ചങ്ക് വരുന്നതാ. ഫോണിലൂടെയുള്ള മുണ്ടല്ലേ ഉള്ളു നമ്മളോട്. എടുത്തോ എടുത്തോ എടുത്തോ, മൂന്നെടുത്തോ. ഏതാ? മൂന്നെടുത്തോ. എൻ്റെ മോനെ ഞാൻ ഇത് ഞാൻ എടുത്തില്ല. ഒരു ഹായോ ഒരു കൈതാ. അപ്പോൾ എറണാകുളത്ത് നിന്ന് വടകര വരെയുള്ള ഒരു യാത്ര ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ മറ്റു ദിവസം കാണുന്നതായിരിക്കും. ബൈ.